യേശുക്രിസ്തുവിൻ്റെ മരണം 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ നടന്ന അതിദാരുണമായ ഏറ്റവും ക്രൂരമായ ഒരു മരണം. ആ മരണമാണ് ഇന്ന് ലോകത്തിലെ എല്ലാ ക്രൈസ്തവരും ഓർക്കുന്നത്. ഒരു മരണത്തെ ഇത്രമാത്രം എന്തുകൊണ്ട് നമ്മൾ ഓർക്കും? നമ്മുടെ അപ്പം മരിച്ചു, അമ്മ മരിച്ചു. കുറെ കഴിയുമ്പോൾ നമ്മൾ ഓഫീസൊക്കെ ചൊല്ലി, കുർബാനയൊക്കെ ചൊല്ലി 1 വർഷം, 2 വർഷം, 3 വർഷം, 4 വർഷം, 5 വർഷം, പിന്നെ എന്ത് വർഷം. പക്ഷേ യേശുക്രിസ്തു മരിച്ചു. അതിനെ വിളിക്കുന്ന പേരാണ്, ആ ദിവസത്തെ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുന്നത്? ഈ ദിവസത്തെ എന്ത് ഫ്രൈഡേ എന്ന് പറയുന്നു? എന്ത് പറയുന്നു? വെരി ഗുഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ വെരി ഗുഡ് ഫ്രൈഡേ. ഇതെന്തപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്, ഇതെന്തപ്പം ഇങ്ങനെ പറയണേ? എൻ്റെ അപ്പം മരിച്ച ദിവസം നീ നല്ല ദിവസം എന്നാ പറയണേ എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഭാര്യ മരിച്ച ദിവസം പറയും, ഓ വെരി ഗുഡ്. എന്താ നാം പറയണേ? എൻ്റെ ഭാര്യ മരിച്ചു എന്ന്. വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും അവനോട്? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ എന്ന് പറയും. പക്ഷെ എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു മരിച്ച ദിവസം എന്തുകൊണ്ടാ ലോകം പറയുന്നത് വെരി ഗുഡ്? ഇംഗ്ലീഷിൽ പറയുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. മലയാളത്തിൽ പറഞ്ഞു നോക്കിയാൽ ദുഃഖവെള്ളി. ഇംഗ്ലീഷിൽ പറയുമ്പോ നമുക്ക് തോന്നുന്നു എന്താ അങ്ങനെ പറയണത് ഗുഡ് ഫ്രൈഡേ. സഹോദരങ്ങളെ, യേശു ക്രിസ്തു മരിക്കുന്നത് വരെ ഈ ഭൂമിയിൽ ആരും മരിക്കുമ്പോഴും ദുഃഖമായിരുന്നു. യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം അവനിൽ വിശ്വസിക്കുന്നവൻ മരിക്കുമ്പോ ദുഃഖമില്ല. It's a good thing to die with Jesus. ഇത് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടുള്ള മാറ്റർ ഒന്നല്ല കേട്ടാ. അച്ഛന്മാർക്ക് ഇത് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദുഃഖവെള്ളിയാഴ്ച അല്ല. സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ജനിച്ച എല്ലാ മനുഷ്യനും ജനിച്ച അന്ന് മുതൽ അവൻ പേടിക്കുന്ന ഒരു കാര്യമുണ്ട്. വിസ പോകുന്നല്ല, ജോലി പോകുന്നല്ല, ജീവൻ പോകുന്നു, മരിക്കുന്നു. എന്നാൽ പൗലോസിന്റെ വാക്കുകൾ ഓർക്കണം പ്രിയമുള്ളവരെ. മരണമേ, നിന്റെ വിഷദംശനം അവിടെ നിക്കോർ എന്നാളായിട്ട് മരിക്കുന്നു. എന്നെ പേടിപ്പിക്കണു. എന്നെ പേടിപ്പിക്കാൻ കിട്ടില്ല കേട്ടാ. ആ പറയുന്ന ആളുടെ പേരാണ് ക്രൈസ്തവൻ, കാത്തലിക്, ക്രിസ്ത്യൻ എന്ന് പറയേണ്ട അർത്ഥം മരണം അവനൊരിക്കലും പേടിയല്ല. പേടിക്കുന്നുണ്ടെങ്കിൽ നീ കാത്തലിക് അല്ല, യു ആർ നോട്ട് എ ക്രിസ്ത്യൻ. നീ വിജാതീയനാണ്. വിജാതീയരെ പോലെ നിങ്ങൾ കരയരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പൗലോസ്ലീഹ ശാവടപ്പിൽ പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞത്. ഓർക്കട്ടെ, നിങ്ങള് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ കരയരുതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കേട്ടണ്ട. ശാവടപ്പിൽ പങ്കെടുക്കണം. നേരത്തെ വന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ. നേരെ വൈകി വന്നാൽ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ശാവടപ്പിൽ വന്നിട്ട് എങ്ങനെ കേൾക്കാൻ പറ്റിയത്? അതിന് പൗലോസ്ലീഹ പറയുന്നുണ്ട് എന്ത് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ പറ കരയരുത്. എന്താ അങ്ങനെ പറയണേ? മനുഷ്യ കരയുന്ന കരയില്ലേന്ന്. കരയരുത്, നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ കരയരുത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഗുഡ് ഫ്രൈഡേ. നമ്മൾ മരിക്കുന്ന ദിവസം നമ്മൾ എന്താ പറയാ? യോക്ക് വേണ്ടിട്ട് അങ്ങനെയാണ് പ്രശ്നം. ഈ ലോകത്തിലെ വസ്തുക്കളെ എന്റെ അപ്പനമ്മ ഇട്ടിട്ട് പോയിന്ന് മരിച്ചു പോയി എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്നെ കൊണ്ടുപോയിട്ടില്ല, എന്നെ കൊണ്ടോണ്ടല്ലത്. എന്നെ ഇവിടെ ഇട്ടിട്ട് പോണ്ട ആവശ്യമില്ല. പറ്റില്ലടേ വിസ, ഞങ്ങള് പോവാട്ടാ, പോകും. സഹോദര, ഇന്ന് യേശു ക്രിസ്തുവിന്റെ മരണം ഓർക്കുമ്പോ നമ്മൾ കുരിശിനെ നടന്നിട്ട് പാവം യേശു ക്രിസ്തു പാവ. നിനക്ക് വേണ്ടി പാവല്ല, നിനക്ക് വേണ്ടി പാപമായവനാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരു നിമിഷത്തിലാണ് പാപിയായി മാറിയത്. എപ്പോൾ? കുരിശിൽ കിടക്കുമ്പോൾ യേശു ക്രിസ്തു പാപിയായി. ആർക്ക് വേണ്ടി? നിനക്ക് വേണ്ടി. ഇത് വെറുതെ ബുദ്ധിയിലല്ല പ്രിയമുള്ളവർ ഈ പ്രസംഗം കയറേണ്ടത്. തലയിലൊന്നല്ല വിശ്വാസം. നമ്മുടെ ആരും തലയിലാണ് വിശ്വാസം. തലയിലല്ല വിശ്വാസം, ഇതിൻ്റെ ഉള്ളിലാ. അവിടെ ഒരൊറ്റ കുത്തുകുത്തിയില്ലേ? ആരെ? പടയാളി. അതിന്ന് വന്നു ഒരു തുള്ളി വെള്ളം കുത്തിയവന്റെ കണ്ണിലേക്ക് തന്നെ. അവൻ അന്ന് വരെ ഇത്ര തെളിച്ചത്തിൽ കണ്ടുണ്ടായിരുന്നില്ല. കണ്ണിൽ വെള്ളം പോയിപ്പോ എന്തത്? അവന്റെ കണ്ണ തുറന്നു. യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിലെ വെള്ളം. നമ്മൾ മരിക്കാൻ പോണ നേരത്ത്
നമ്മടെ ചങ്കിലൊരാള് കുന്തം കൊണ്ട് കുത്തിന്ന് വെക്കുക, അതിൽ നിന്നൊരു തുള്ളി വെള്ളം കുത്തിയോന്റെ കണ്ണിലേക്ക് പോയി എന്ന് വെക്കുക, എന്തുണ്ടാവും? എവിടുന്ന് ചോദിച്ച നമ്മുടെ കണ്ണില നീ കുത്ര നിനക്ക് ഞാൻ വെച്ചോണ്ട് ഞാൻ എന്നെ കുത്തിയിട്ട് നീ അങ്ങനെ സുഖമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് കരുതണ്ട കേട്ട. എന്നെ കുത്തിയിട്ട് കുത്തിയവനെ നീ നോക്കും. വചനം കണ്ടോ സഹോദരങ്ങളെ? ഇന്ന് യേശു ക്രിസ്തു മരിച്ച ദിവസ, ഇന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ കരയാനുള്ള ദിവസമല്ല, സ്വന്തം മരണത്തെ ഓർത്തിട്ട് സന്തോഷിക്കാനുള്ള ദിവസമാണെന്ന്. മരിക്കും 10-60 വർഷം കഴിയുമ്പോ, അല്ല ഒരു 100 വർഷം കഴിയുമ്പോ ഈ അമേരിക്കയിൽ ഉണ്ടാവും എന്നുള്ളവരൊന്നും കൈബന്ധിക്കാമോ ദയവ് ചെയ്ത് പ്ലീസ്? ആരെങ്കിലും ഉണ്ട്? അല്ല ആളൊന്നും കണ്ടിട്ടിരിക്കാല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭാഗ്യങ്ങളൊക്കെ കാണുന്നതൊക്കെ 100 വർഷം കഴിയുമ്പോ ഇരിക്കണ ഒരൊറ്റ മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലേ ചേട്ടാ? കടന്നു പോകും. കടന്നു പോകുമ്പോ നിന്റെ ജീവിതത്തില് ദൈവം നിന്നോട് ചോദിക്കും, നിനക്കൊരു ലൈഫ് ഞാൻ തന്നു. തന്റെ പുത്രനെ നമ്മൾ വായിച്ചു കേട്ടില്ലേ പ്രിയമുള്ളവരെ? അബ്രാഹം ഇസ്ഹാക്കിന് ബലി ചെയ്യാൻ കൊണ്ടുവന്ന് വെച്ചത്, അബ്രാഹത്തിന് തന്റെ മകൻ ഇസ്ഹാക്കിനെ സ്പെയർ ചെയ്തു കർത്താവ്, എടുത്തോളൂ. പക്ഷെ സ്വന്തം മകനെ സ്പെയർ ചെയ്തില്ല. എനിക്കായി എന്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എന്റെ ഈശോ പരിഹാര ബലിയായി. ഇനി നമ്മുടെ ഊഴമാണ്. ദൈവം തന്റെ പുത്രനെ ബലിയെ അർപ്പിച്ചു, യേശു ക്രിസ്തു സ്വന്തം ജീവൻ അർപ്പിച്ചു. ഇനി നീ എന്ത് ചെയ്യും? നമ്മുടെ ഊഴമാണ് പ്രിയമുള്ളവരെ. ഈ ലോകത്ത് നമ്മൾ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുമ്പോ, ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് നൽകുന്ന ആദ്യത്തെ സന്ദേശം പ്രിയമുള്ളവരെ, എന്തിനാണ് യേശു ക്രിസ്തു മരിച്ചത്? എന്തിനു വേണ്ടി മരിച്ചു യേശു ക്രിസ്തു? നമ്മൾ മരിക്കും പ്രിയമുള്ളവർ. ഒരു ദിവസം നമ്മൾ മരിക്കുമ്പോ എന്തിനു വേണ്ടി മരിച്ചു എന്ന് പറയാ? ആള് പെട്ടെന്ന് മരിച്ചു. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി ചോദിച്ചാലൊന്നുമില്ല ഉത്തരവ്. ആള് മരിച്ചു. മദർ തെരേസ മരിച്ചു. ചോദിച്ചു നോക്ക് സ്വയം. എന്തിനു വേണ്ടി മദർ തെരേസ മരിച്ചു? ചോദിച്ചു നോക്ക്. എന്തിനു വേണ്ടി ഫാദർ ഡാമിയൻ മരിച്ചു? ചോദിച്ചു നോക്ക്. ഉത്തരണ്ട്. എന്തിനു വേണ്ടി സെന്റ് പീറ്റർ മരിച്ചു? ഉത്തരണ്ട്. എന്തിനു വേണ്ടി തോമസ് ലീഗ മരിച്ചു? ഉത്തരവുണ്ട്. എന്തിനു വേണ്ടി റാണി മരിയ മരിച്ചു? ഉത്തരവുണ്ട് പ്രിയമുള്ളവരെ. എന്തിനു വേണ്ടി അന്തോണിക്കുട്ടി മരിച്ചു? അന്തോണിക്കുട്ടി മരിച്ചു. സഹോദര, ഇന്ന് യേശു ക്രിസ്തുവിന്റെ മരണം നമുക്കുണ്ട് പ്രിയമുള്ളവരെ. ഒരു ദിവസം അത് ഭയപ്പെടുത്തുന്ന ദിവസമല്ലത്. ഈ ലോകത്തിലെ എന്റെ അപ്പൻ മരിച്ചു, ഞാനോട് ഓപ്പറേഷൻ കൊടുത്തെന്ന്. അച്ഛനല്ലേ? എന്റെ അപ്പന് ഞാൻ ഓപ്പറേഷൻ കൊടുത്ത, എന്റെ അമ്മയ്ക്ക് ഞാൻ ഓപ്പറേഷൻ കൊടുത്ത ലാസ്റ്റ് സാക്രമെന്റ് എന്റെ അമ്മയ്ക്ക് എന്നെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. നിനക്ക് ഇപ്പോ ഓപ്പറേഷൻ തരുന്നു, നിനക്കും തരും ഒരു അച്ഛൻ ഓപ്പറേഷൻ. ഓർക്കണം, ഞാൻ അങ്ങനെ ജീവിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ സ്വർഗം നമ്മുടെ മനസ്സിൽ എപ്പോഴും തെളിയുക. ഇന്ന് സ്വർഗത്തെ സ്വപ്നം കാണേണ്ട ദിവസമാണെന്ന്. യേശു ക്രിസ്തു മരിച്ചത് എന്റെ കുട്ടികൾക്ക് ജോലി കിട്ടാനല്ല. യേശു ക്രിസ്തു മരിച്ചത് എന്റെ ക്യാൻസർ രോഗം മാറാനല്ല. യേശു ക്രിസ്തു ജനിച്ചത് എനിക്കൊരു നല്ല വീട് വാങ്ങിക്കാനല്ല. യേശു ക്രിസ്തു മരിച്ചത് എന്തിനാണെന്ന് ഇന്ന് സ്വയം ചോദിക്കണം പ്രിയമുള്ളവരെ. എന്തിനു വേണ്ടി യേശു ക്രിസ്തു മരിച്ചു? എനിക്ക് വേണ്ടി. പാടിയില്ലേ നിങ്ങളുടെ ഗായക സംഘം പാടിയില്ലേ? യേശു ക്രിസ്തു എന്തിനു വേണ്ടി മരിച്ചു? നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പാടുകൾ സഹിക്കുന്നു. എന്തിനു വേണ്ടി കഷ്ടപ്പാട് സഹിക്കുന്നു? ആർക്ക് വേണ്ടി നമ്മൾ സഹിക്കുന്നു പ്രിയമുള്ളവരെ? ആർക്ക് വേണ്ടിയാണ് നമ്മൾ സഹിക്കുന്നത്? നിത്യജീവൻ നൽകാൻ, നിത്യജീവൻ നമുക്ക് നൽകാൻ മാത്രം യേശു ക്രിസ്തു മരിച്ചു. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകാൻ, സമർത്ഥമായി നൽകാൻ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ആർക്കും നമുക്ക്, ഈ ലോകത്തിലെ പലതും നമുക്ക് വാങ്ങിച്ചു തരാം, പക്ഷെ അതൊന്നും നിലനിൽക്കില്ല. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ നൽകാൻ. പാപം മൂലം നിങ്ങൾ മരണം, പറഞ്ഞില്ലേ, പാപത്തിന്റെ ശമ്പളം മരണം. പക്ഷെ ആ ശമ്പളം വാങ്ങിച്ചത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഇന്ന് ദുഃഖവെള്ളിയാഴ്ച
കണ്ടില്ലേ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ തിരുസ്വരൂപം. തലയിൽ മുൾമുടി അണിയിച്ച് തുണിയൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ മുൻപില് എല്ലാ തുണി ഊരിക്കളഞ്ഞ് 33 വയസ്സുള്ള ഒരു നിങ്ങളുടെ മകനെ നിർത്തിയാൽ അതൊക്കെ ഓർക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു നിനക്കാര്, നിന്റെ ഭർത്താവിനോടുള്ള സ്നേഹമെങ്കിലും നിന്റെ യേശു ക്രിസ്തുവിനോടുണ്ടോ? നിന്റെ ഭാര്യയോടുള്ള സ്നേഹം, നിന്റെ മക്കളോടുള്ള നിന്റെ സ്നേഹം, അതിനേക്കാൾ സ്നേഹം യേശു ക്രിസ്തുവിനോട് നിനക്കില്ലെങ്കിൽ നീ കർത്താവ് പറഞ്ഞ നിന്റെ അപ്പനേക്കാൾ, അമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, നിന്റെ ജീവനേക്കാൾ, നിന്റെ ശരീരത്തെക്കാൾ ഉപരിയായി നീ നിന്റെ ദൈവത്തെ. കാരണം മകനെ, ഇവരൊക്കെ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് കാണുന്നില്ലേ സഹോദരങ്ങളെ? മഞ്ഞുകാലം വരുമ്പോൾ മരത്തിന്റെ ഇലകൾ കൊഴിയുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. മരത്തിന്റെ ഇലകൾ കൊഴിയുന്നത് പോലെ കൊഴിഞ്ഞു പോകും. ആര്? നിന്റെ അപ്പൻ കൊഴിഞ്ഞു, അമ്മ കൊഴിഞ്ഞു, ഭാര്യ കൊഴിഞ്ഞു, ഭർത്താവ് കൊഴിഞ്ഞു, മക്കൾ കൊഴിഞ്ഞു, തലമുടി കൊഴിഞ്ഞു, പല്ല് കൊഴിഞ്ഞു. നിന്റെ നിറം, നിന്റെ ദേഹത്ത് പാടുകൾ വിട്, കറുത്ത നിറങ്ങൾ മുഖത്ത് പ്രത്യക്ഷപ്പെടും. മാഞ്ഞുപോയില്ലത്. ശരീരം ചുക്കിച്ചുളിയും. പക്ഷെ നിന്റെ മനസ്സ് തിളങ്ങണം. പ്രായമാകുമ്പോൾ ജീവിച്ച ജീവിതത്തിന്റെ വിശ്വാസമാണ് പ്രിയമുള്ളവരെ നമ്മളെ ഫലപ്പെടുത്തുക. അല്ലാതെ ഇന്നുള്ളതൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് കരുതുന്നത് മണ്ടത്തരമല്ലേ? ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ തന്റെ ശിഷ്യന്മാരുടെ 12 പേരെ കൂട്ടിച്ചേർത്ത് കെട്ടിപ്പിടിച്ചു കൊണ്ട് നടന്ന ശിഷ്യന്മാരുടെ യേശു ക്രിസ്തു പറഞ്ഞു, പച്ചമരത്തോട് ഇങ്ങനെയാണെങ്കിൽ ഉണക്കമരത്തിന് എന്താണ് സംഭവിക്കാന്ന് ത്രേസ്യാമേ നല്ലോണം ഓർത്തിട്ട് ജീവിച്ചോട്ടോ. ഈ ഉണക്കമരുന്ന് പറഞ്ഞു നീയണം, ഈ ഉണക്കമരുന്ന് പറഞ്ഞു നീയണം. നീ കർത്താവിനൊക്കെ വിളിക്കേണ്ട ഭയങ്കര ഭക്തിയാണ്, പ്രാർത്ഥനയാണ്, പാട്ട് പാണ്ട് ധ്യാനം കൂടുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് കർത്താവ് നിന്റെ ഹൃദയത്തിലേക്ക് നോക്കും. നീ എത്രമാത്രം എന്നെ സ്നേഹിച്ചു, എന്നിൽ പ്രത്യാശ വെച്ചു എന്ന് മരണസമയത്താണ് പ്രിയമുള്ളവരെ തെളിയ. ഇപ്പോഴല്ല. ഇപ്പോഴൊക്കെ നമ്മളിങ്ങനെ നടക്കും, പിന്നെ പറഞ്ഞിങ്ങനെ നടക്കും. 2ാം ലോകമഹായുദ്ധ കാലം, ഞാനൊരു കുരിശു മരണത്തെ കുറിച്ച് നമ്മൾ ഓർമ്മ, മരണമല്ല, കുരിശിൽ തറയ്ക്കപ്പെട്ട ഒരു സന്യാസ മഠ അധിപന്റെ കഥ ഞാൻ നിങ്ങളോട് പറയാം. 2ാം ലോകമഹായുദ്ധ കാലത്ത് ജർമ്മൻ പട്ടാളം ഒരു ആശ്രമത്തെ ആക്രമിച്ചു. എല്ലാവരും ഓടിപ്പോയി. ആശ്രമത്തിലെ അധിപനെ പിടികൂടിയവർ ആശ്രമത്തിന്റെ മെയിൻ കവാടത്തിൽ അവർ കൈകളും കാലുകളും ദുഃഖവെള്ളിയാഴ്ചയായിരുന്നെന്ന് അവർ ആഘോഷിച്ചു. ഇപ്പോൾ ടോം അച്ഛനെ കുറിച്ച് പറയുന്നില്ലേ, അതുപോലെ വർഷങ്ങൾക്ക് മുൻപ് ആശ്രമത്തിന്റെ ദേവാലയത്തിൽ കൈകളും കാലുകളും ആണികൾ തറച്ചവർ ഇട്ടു. അവർ അവിടെ നിന്ന് പോയി. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം മൂടി വന്നു. ഈ അച്ഛനെ, ആശ്രമ അധിപനെ അതിനെ നിരക്കാൻ പരിശ്രമിക്കുമ്പോൾ അയാൾ പറഞ്ഞു, എന്റെ ഈ കുരിശിൽ അവർ തറച്ചപ്പോ ഞാൻ ദൈവത്തെ ഓർത്തുകൊണ്ട്, ദൈവം എവിടെ? ഞാൻ വിശ്വസിച്ച എന്റെ ദൈവം എവിടെ? നമുക്ക് ക്യാൻസർ രോഗം വരുമ്പോഴും പറയും സഹോദര നിന്റെ ഹൃദയത്തിൽ, ദൈവം എവിടെ? എന്റെ ഭർത്താവിന് ക്യാൻസർ, ദൈവം എവിടെ? എന്റെ കുട്ടിക്ക് ഇതാ മാരകമായ രോഗം, ദൈവം എവിടെ? എന്റെ ഭർത്താവിന്റെ ജോലി പോയി, ദൈവം എവിടെ? നീ ചോദിക്കാറില്ലേ? ഈ മനുഷ്യൻ കുരിശിൽ തറയ്ക്കുമ്പോ അവരെയെല്ലാം അധിക്ഷേപിച്ചു. ഇവരെന്തിനെ കൈകളും കാലുകളും തുളയ്ക്കുന്നു? യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചിരുന്നതാ ആ സന്യാസാശ്രമത്തിലെ അധിപൻ. യേശു ക്രിസ്തു മഹാനാണ്, നമുക്ക് വേണ്ടി മരിച്ചവനാണെന്ന് പറഞ്ഞ ആ സന്യാസ ശ്രേഷ്ഠൻ തന്റെ കൈകളിലെ കാലുകളിലെ കാണികൾ പതിക്കുമ്പോ അവരെ ശപിച്ചു. ദൈവത്തെ മറന്നു. ദൈവമേ, ഞാൻ മരിക്കുകയാണല്ലോ. പേടിച്ചിറങ്ങി കാലുകളും കൈകളും ആണികൾ തറയ്ക്കുന്നു. അയാൾ പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തു പോയി, പ്രസംഗിച്ചു ഞാൻ. പക്ഷെ എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ പ്രസംഗം വാങ്ങിപ്പോയി. വേദന കൊണ്ട് ഞാൻ പുളഞ്ഞപ്പോൾ ദൈവത്തെ ഞാൻ മറന്നു. എന്റെ വാക്കുകളിൽ അധിക്ഷേപങ്ങൾ വന്നു. അതുകൊണ്ട് ഒരു നിമിഷം ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കട്ടെ. കുരിശിൽ കിടന്ന് ആദ്യം പറഞ്ഞു, യേശുവേ നന്ദി, പൊറുക്കണേ, ഊരാൻ പറഞ്ഞു. എന്നിട്ട് ഇറങ്ങി. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാനുള്ള അവകാശമുള്ളവരാണ് ക്രൈസ്തവനെന്ന് ഞാനും നിങ്ങളും ഓർക്കണം. ഡേവിസ് സർമലച്ചൻ നന്നായിട്ട് ഓർക്കണം. അതാണ് പ്രിയമുള്ളവർ, ഇന്നത്തെ ദിവസം യേശുവിനെ കുരിശിൽ തറച്ച ദിവസമാണ്. നമ്മുടെ ജീവിതത്തിലെ കുരിശുകളും വേദനകളും എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ മനുഷ്യൻ പറയും, പാവട്ടെ, എന്താ ആൾക്ക് ക്യാൻസറായി, ഡേവിസ് സർമലച്ചൻ വലിയ പ്രസംഗം പറഞ്ഞിരുന്നു. ഉണ്ടാകും. ഒരു 10-50 വർഷം കഴിയുമ്പോഴേ ഈ ലോകത്ത് ജീവിച്ച് ഒരു 50 അല്ലെങ്കിൽ 60 ആയിക്കോട്ടെ, 50-60 വർഷം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഓപ്ഷൻ വരും. ഓപ്ഷൻ എ ക്യാൻസർ, ഓപ്ഷൻ ബി കിഡ്നിക്ക് അസുഖം, ഓപ്ഷൻ സി ഹാർട്ട് അറ്റാക്ക്. മണിക്കുട്ടി ഓടിത്തുടങ്ങും. നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സ്വീകരിക്കേണ്ട വരും.
അന്ന് ഏത് ഓപ്ഷൻ സ്വീകരിക്കും സഹോദര? നീ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു പീലാത്തോസിന് മുമ്പിൽ, ബറാബാസ്, യേശു ക്രിസ്തു. ഇപ്പൊ വായിക്കും അച്ഛനിവിടെ. 2 ഓപ്ഷൻസ്, ബറാബാസ്, യേശു ക്രിസ്തു. ചോദിച്ചു, ഏത്, ആരെ കൊല്ലണം? ജനം പറഞ്ഞു ഓസാന ഓസാന എന്ന് പറഞ്ഞ ജനം പറഞ്ഞു അതിപ്പോ മനുഷ്യന് ഈ ബറാബാസ് ഭയങ്കര കൂറണ്ട, അവൻ പോകട്ടെ വീട്ടിൽ പോകട്ടെ. എങ്ങനെ പ്രിയമുള്ളവരെ മനുഷ്യൻ അങ്ങനെ പറഞ്ഞു? സ്വാർത്ഥ ലാഭങ്ങൾ നിന്റെ ഉള്ളിൽ വരുമ്പോൾ നീ കോംപ്രമൈസ് ചെയ്യും സഹോദര സഹോദരി. ഈ ലോകം നിനക്ക് തരുന്ന സുഖങ്ങൾ ഇല്ലാണ്ടായാൽ നീ കോംപ്രമൈസ് ചെയ്യും. നീ ആഗ്രഹിച്ചത് നടക്കാണ്ടായാൽ നീ കോംപ്രമൈസ് ചെയ്യും. ഇവിടെ ജനം മുഴുവൻ കോംപ്രമൈസ്. ഓശാന ഓശാന എന്ന് പാടിയതും 5 അപ്പം വയറു നിറച്ച് തിന്നിട്ട് വയറ്റുവേദനയായിട്ട് കിടന്നവനും അവിടെ വന്നിട്ട് പറഞ്ഞു എന്തെന്ന്? അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഈ പരീക്ഷണമാണ് നമ്മുടെ ജീവിതം. പത്രോസിനുണ്ടായി. ഒരിക്കലും ഞാൻ ഇവന് നിന്നെ തള്ളി പറയില്ല എന്ന് പറഞ്ഞ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്. കർത്താവ് അവനെ കണ്ടപ്പോ തന്നെ പറഞ്ഞു, പത്രോസ്, നീ ഇപ്പൊ ഈ കാലുകളൊക്കെ ഒരു തടസ്സം നിൽക്കുക, അവസാനം നിന്റെ ഓരോ വക വർത്താനങ്ങൾ കേൾക്കുന്നുണ്ടില്ല. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കില്ല ഉള്ള കാര്യം ഞാൻ പറയാം. ഈ പോക്ക് പോയാൽ നിങ്ങൾ പത്രോസിന്റെ പാവം പത്രോസ് ഓർത്തിരിക്കരുത്. നമ്മുടെ ഈ പോക്ക് എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. നല്ലതാണ്. ഈ പോക്ക് പോയാൽ നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയാ. പറയരുത് കേട്ടാ. ഒരിക്കലും നിനക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. ഇത് ഞാൻ പറഞ്ഞല്ല, പത്രോസുലിഹ. വാചനം എടുത്ത് വായിക്കൂ സഹോദര. നിനക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ പത്രോസ് പിറ്റേ ദിവസം, ഓർമ്മയില്ലാണ്ട, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇന്നലെ നീ പറഞ്ഞ, അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നു പോയിട്ടാ. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം തലേ ദിവസം നീ പറഞ്ഞത് എന്തെന്ന്? മരിക്കാനും ഞാൻ തയ്യാറാണ്. ആ പത്രോസ് 3 പ്രാവശ്യം പറഞ്ഞു, ആരെ? യേശു ക്രിസ്തു. അല്ല നിന്റെ സംസാരം എന്ത് സംസാരം? മക്കളുടെ ആരാ നിൽക്കണേ? കുറെ പെണ്ണുങ്ങളുണ്ട്, മനുഷ്യൻ സമാനമായിട്ട് ജീവിക്കണ്ട ഇവിടെ. അല്ല നീ പത്രോസ്, എന്ത് പത്രോസ്? വെറുതെ ആവശ്യമില്ലാണ്ട് എനിക്കൊന്നും അറിയില്ലാണ്. കോംപ്രമൈസ്. സഹോദര, നിന്റെ ജീവിതത്തിന്റെ വേദനകളുടെ സമയങ്ങളിലാണ് നിന്റെ ഹൃദയം എന്താണെന്ന് യേശു ക്രിസ്തു മനസ്സിലാക്കും. പത്രോസിനോട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പത്രോസെ, നിന്റെ ഈ പോക്ക് ഇത്തിരി അപകടട്ട. അതായത് നീ നല്ല മനുഷ്യനാണ്, അത് കുഴപ്പമില്ല, നല്ല മനുഷ്യനാണ്, പക്ഷെ നിനക്കൊരു കുറവുണ്ട്. എനിക്കെന്താ കുറവ്? ഈ പത്രോസ് എന്ന് പറയുന്ന വാക്കിൽ എന്റെ ചെറിയ കുറവുണ്ട്. എന്താപ്പത്? നീ പത്രോസ് കുഴപ്പമില്ല, പക്ഷെ ഇത്തിരി പത്രാസ് കൂടുതലാണ്. അതാണ് നിന്റെ ഒരു കുഴപ്പം. നിനക്കിത് പത്രാസ് കൂടുതലാ. സഹോദരങ്ങളെ, ഡേവിസ് ചെറുമലച്ചൻ ഓർക്കണം. ഡേവിസ് ചെറുമലച്ചൻ എങ്ങനെ അച്ഛനായി? അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർത്തോ എന്ന് പറയാൻ തോന്നുന്നുണ്ട്. നീ ഓർക്കണം സഹോദരി, നിന്റെ വീട്ടില് നിന്റെ അപ്പൻ അമ്മ എവിടെയായിരുന്നു? നിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് ഈ അമേരിക്കയിൽ എത്തിയത് എവിടെ നിന്ന് നീ വന്നു? ഓർക്കണം. എന്റെ കാര്യം പറഞ്ഞ ആൾക്കാർ പാവച്ചട്ടാ ഓർക്കണം. നല്ലോണം അച്ഛൻ. നമ്മളെല്ലാവരും ഓർക്കണം സഹോദരങ്ങളെ, നമ്മൾ എങ്ങനെ ജീവിതത്തിൽ കൈയില്ലാത്തവൻ, കാലില്ലാത്തവൻ, ബുദ്ധിയില്ലാത്തവൻ, കല്യാണം കഴിക്കാൻ പറ്റാത്തവൾ, മക്കളില്ലാത്തവർ, ജോലിയില്ലാത്തവർ, ജനിക്കുമ്പോൾ ആണും പെണ്ണും കെട്ട ഹിജടകൾ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളൊക്കെ ഈ സൗഭാഗ്യങ്ങൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ തന്നവരിന്ന് കർത്താവ് കൂടുതൽ സ്നേഹം ആഗ്രഹിക്കില്ലേ? പത്രോസിൽ നിന്ന് ആഗ്രഹിച്ചു സഹോദരങ്ങളെ. 3 പ്രാവശ്യം അറിയില്ല എന്ന് പറഞ്ഞ ദിവസമാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച. കുരിശിൽ അവനെ തറയ്ക്കുമെന്ന് അറിഞ്ഞിട്ടും പത്രോസ് പറഞ്ഞു. അന്ന് മുതൽ കരഞ്ഞു തുടങ്ങിയതാണ് പത്രോസ്. പിന്നെ മരിക്കണ വരെ കരഞ്ഞു. പക്ഷെ മരിക്കുമെന്ന് കണ്ടപ്പോൾ ചിരിച്ചു. ആര്? പത്രോസ്. മരിക്കണ വരെ പത്രോസ് കരഞ്ഞ്. ചരിത്രം നിങ്ങൾ പോയി പഠിക്ക്. കണ്ണിൽ നിന്നൊരു ചാലുണ്ടായി കരഞ്ഞിട്ട്. എന്തിന്? എന്റെ യേശു ക്രിസ്തുവിനെ ഞാൻ വാക്കുകൊണ്ട് പ്രസംഗിച്ചു, പക്ഷെ ജീവിതത്തിൽ ഞാൻ തോറ്റുപോയി. അവസാനം പത്രോസ് ചിരിച്ചു. എപ്പോഴാന്നറിയോ? കർത്താവേ, എനിക്ക് തെറ്റുപറ്റി. നോർക്കണം പ്രിയമുള്ളവരെ, അത് തെറ്റുപറ്റി. നിന്നെ ഞാൻ തള്ളി പറഞ്ഞു. എനിക്ക് ഈ ലോകം, ആ പെണ്ണിനെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി. അവളോ ഓരോന്നും പറഞ്ഞിടക്കി അവസാനം എന്നെ കുറിച്ച് തറയ്ക്കുമെന്ന് എനിക്കൊരു പേടിയായി. ആകും സഹോദര, നിന്റെ ഇന്നത്തെ സുഖങ്ങൾ ഇല്ലാണ്ടായാൽ നീയും ഇതുപോലെ പത്രോസിനെ പോലെയാകും.
ഈ ലോകവും ലോകത്തിന്റെ മോഹങ്ങളും നിന്നെ അന്നു മുതൽ കരഞ്ഞു തുടങ്ങി. മനസ്സിൽ സൂക്ഷിച്ചു, തെളിയിക്കും ഞാൻ. എന്റെ കർത്താവിനെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ തെളിയിച്ചു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച അതുപോലൊരു കുരിശ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്റെ വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന ആദ്യത്തെ ശിഷ്യൻ പത്രോസ്, ആദ്യത്തെ മാർപ്പാപ്പ കുരിശിൽ തറയ്ക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് മതപീഡകർ തീരുമാനിച്ചു എന്ന് കണ്ടപ്പോ കരയല്ല ചെയ്തത്. അന്നാണ് പത്രോസ് ആദ്യമായിട്ട് ഹൃദയത്തിൽ സന്തോഷിച്ചത്. എന്തോർത്തിട്ട്? എന്റെ അപ്പനെ വിട്ടു പോകണല്ലോ, എന്റെ ഭാര്യ പോകണല്ലോ, എന്റെ മക്കൾ പോകണല്ലോ, എന്റെ വീട് പോകണല്ലോ, എന്റെ ജീവൻ പോകണല്ലോ എന്നോർത്ത് കരയുന്നവനല്ല പ്രിയമുള്ളവരെ ഒരു ക്രൈസ്തവൻ. അന്ന് ചിരിച്ചു പത്രോസ്. എന്ന് തന്നെ കുരിശിൽ തറയ്ക്കാൻ പോണു എന്ന് പറഞ്ഞപ്പോ സന്തോഷത്തോടെ പറഞ്ഞു, ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണാവോ? എന്റെ തല കീപ്പോട്ട് കാലും മേപ്പോട്ടാക്കിയിട്ടൊന്നും കുരിശ് തറച്ചല്ലോ. ഇതിനപ്പത് എനിക്കൊരു കടം വീട്ടാനുണ്ട്. ആരോട്? എന്റെ ഗുരുവിനോട്. തള്ളി പറഞ്ഞപ്പോ എന്റെ മനസ്സില് ഞാൻ ഓർത്താണ്, കടം വീട്ടണം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോട് ഒരു കടപ്പാട് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? യേശു ക്രിസ്തുവിനോട് എന്ത് കടപ്പാട് തോന്നുന്നുണ്ട് പ്രിയ സഹോദര സഹോദരി? ജന്മത്തിൽ എനിക്കുണ്ടായിരുന്നു സഹോദരങ്ങളെ എന്റെ അമ്മയോടുള്ള കടപ്പാട്, എന്റെ അപ്പനോടുള്ള കടപ്പാട്. ആ അപ്പനെ മരിച്ചു പോയിട്ട് അവരോട് ഇപ്പൊ ഒരു കടപ്പാട് എനിക്ക് ചെയ്തു തീർക്കാനില്ല. എനിക്ക് കടപ്പാട് എന്റെ അപ്പനെയും അമ്മയും എനിക്ക് ജന്മത്തിൽ തന്ന ദൈവത്തോടുള്ള കടപ്പാടുകളാണ് പ്രിയമുള്ള വിലപ്പെട്ടത്. പത്രോസിന്റെ ആഗ്രഹപ്രകാരം പത്രോസിനെ തലക്കീഴായി കാലിൽ രണ്ടും മേപ്പോട്ടാക്കിയിട്ട് കുരിശിൽ തറച്ചു. ആ കുരിശിൽ കടന്നിട്ട് പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഐ ലവ് യു, റിയലി ഐ ലവ് യു. പ്രിയമുള്ള മാതാപിതാക്കളെ, ഈ ദേവാലയം നിങ്ങൾക്കായി അച്ഛൻ, നിങ്ങൾ കഷ്ടപ്പെടുന്നു. എന്തിനു വേണ്ടി? ഈ വീട്ടിലെ ഈ കുടുംബത്തിലെ മക്കളെ വളർത്തി വലുതാക്കാനോ? അതാണോ സ്വർഗരാജ്യം? ഈ ലോകത്തിലെ കുറെ വർഷം ജീവിക്കാനോ? അതിനാണോ നമ്മുടെ ക്രൈസ്തവ ജീവിതം? അല്ല സഹോദരങ്ങളെ, ഞാൻ പോകുന്നു. എന്താ? നമ്മുടെ അപ്പൻ പോണ സമയത്ത് നമുക്കൊക്കെ വിഷമം ഉണ്ടാവും. അപ്പൊ മരിച്ചുപോലെ. അപ്പൊ അപ്പൻ നിങ്ങളോട് പറയുന്നു, മക്കളെ നിങ്ങൾ വിഷമിക്കേണ്ട. എന്താ അപ്പം പോലെ പറഞ്ഞ കേക്കട അന്തോണിയെ, നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ പോയാലും വീണ്ടും വരും. വേണ്ടപ്പാ, എത്ര കുർബാനയാണെങ്കിൽ ചെല്ലിക്ക് ഓഫീസിലേക്ക് പിന്നെ വരില്ലേ പറയില്ലേ? എന്താ അപ്പം നിങ്ങളോട് പറയണത്? വിഷമിക്കണ്ട മോനെ, ഞാൻ പിന്നെയും വരാം. അയ്യോ ദൈവം ചെയ്ത് ഞാൻ പറഞ്ഞു പോയി നിങ്ങൾ പിടിച്ചുകൂട്ടാ. സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ തിരിച്ചു വരുന്ന പറയുമ്പോൾ നമുക്ക് പേടി. യേശു ക്രിസ്തു എന്താ പറഞ്ഞറിയോ? പത്രോസിന്റെ മുഖത്തോട്ട്, പത്രോസേ വീണ്ടും വരും. വരുടാ. അല്ല വരുന്ന പോകുമ്പോ നമുക്ക് എന്റെ കൂടെ ഉണ്ടാവും. നിന്റെ കൂടെ ഉണ്ടാവും. ലോകത്തിന്റെ അവസാനം വരെ ഞാനുണ്ടാവും. എന്നിട്ടാ ജീവിച്ച പ്രിയമുള്ളവരെ പത്രോസ്. നമുക്ക് ബുദ്ധിയുണ്ട്, അറിവുണ്ട്, കഴിവുണ്ട്, മിടുക്കുണ്ട്. അതൊന്നും നമ്മുടെ കൂട്ടിന് നിൽക്കില്ല കേട്ടോ. അതിനാൽ സഹോദരൻ, ഈ ദുഃഖവെള്ളിയാഴ്ച യേശു ക്രിസ്തു മരിച്ച ദിവസം എനിക്കൊരു മരണമുണ്ടെന്ന് ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഓർത്തന്റെ പേരിൽ ആരും മരിച്ചിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് ഓർത്തോളൂ. ദൈവമേ, അതൊക്കെ ഓർത്ത് വെറുതെ മരിച്ചു പോയാലോ? അതോർത്ത് കിടന്ന് മരിച്ചു പോയ ഭാഗ്യമാണ് മോനെ. കാരണം നിന്റെ മരണം എല്ലാ ദിവസവും എല്ലാ വർഷവും ഓർക്കും ആൾക്കാർ. അത് കൊള്ളിയടിച്ച് മരിച്ചു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാരണം എപ്പോഴും എല്ലാവരും ഓർത്തിരിക്കും. സമയം തെറ്റില്ല, ഡേറ്റും തെറ്റില്ല. സഹോദര, ഈ ലോകത്തിൽ നിന്ന് പോകാനുള്ളതിന്റെ തത്രപ്പാട് സത്യമല്ല പ്രിയമുള്ളവരെ. നമ്മൾ ഈ ലോകത്ത് വന്നിട്ടുള്ളത് എന്തൊക്കെ കാട്ടിക്കൂട്ടി വീട് വെച്ച് കുട്ടികളൊക്കെ പഠിപ്പിച്ച അവസാനം ഇങ്ങനെ അവസാനം പ്രായമാകുമ്പോ മക്കളൊക്കെ എന്തോട്ടപ്പോ ഇങ്ങനെ കിടക്കണേ. മോൻ പറയുന്നു ആരോട്? അപ്പനോട്. കുറേ നാളെ അപ്പ ഇങ്ങനെ കിടക്കണ്. അപ്പൊ അപ്പൻ, ഞാൻ എന്ത് ചെയ്യാടാ മോനെ? എന്ത് ചെയ്യാടാ? എന്നെ വിളിക്കണ്ടേ? എന്തുകൊണ്ട് വിളിക്കാൻ നിൽക്കണേ? അങ്ങോട്ട് പോകണു. വിളിക്കാൻ നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് പോ എന്നൊക്കെ. പ്രായമായിട്ട് നമ്മളെ വിചാരം പ്രായമില്ലെന്ന്. വയ്യാണ്ടായിട്ട് ത്രേസ്യാമ്മ കിടക്കണ കിടപ്പുകളൊക്കെ വേണ്ടില്ല. എന്റെ മക്കള് പോലും ഉള്ളില് പറഞ്ഞു കൊടുക്കും, എന്തെന്ന് സഹോദര, നിന്റെ ജീവിതത്തില് ചിലവരൊക്കെ മുടിയൊക്കെ വീണത് കാണുമ്പോ കണ്ണാടി ഈശോ മുടി വീണല്ലോ. മുടി മാത്രല്ല ചേട്ടാ, പല്ലു കുഴി കുറെ കഴിയുമ്പോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നിന്റെ ഉള്ളിലുള്ള നിന്റെ തമ്പുരാനോടുള്ള സ്നേഹം ഉണ്ടല്ലേ, ഓരോ വർഷം കഴിയുന്തോറും തിളക്കമാണ്. അതിനാണ് ഈ ദുഃഖവെള്ളിയാഴ്ച തിരുസഭ ആചരിക്കുന്നത്.
സഹോദരങ്ങളെ, വെറുതെ പറയുന്നതല്ല ഞാനിതൊന്നും. ഭർത്താവിന് വേണ്ടി, തന്റെ ഭർത്താവിന് ക്യാൻസർ ആണ്, ഭാര്യയ്ക്ക് ക്യാൻസർ ആണ്, രക്തത്തിന് വേണ്ടി ഓടി നടത്തിയ ഒരു ഭർത്താവ് തന്റെ ശരീരത്തിൽ രക്തം കൊടുത്തു, പല പ്രാവശ്യം കൊടുത്തു. ഡോക്ടർ പറഞ്ഞു ഇനി തന്റെ ശരീരത്തിൽ രക്തം എടുക്കരുത്. അവസാനം ആ മനുഷ്യൻ പോയി വേറെ ബ്ലഡ് ബാങ്കിൽ രക്തം എടുത്ത് ഓടി വന്നു തന്റെ ഭാര്യയ്ക്ക് രക്തം കൊടുക്കാൻ, ജീവൻ നിലനിർത്താൻ. ഒരു ദിവസം ഈ സ്ത്രീയെ കാണാൻ പള്ളിയിൽ വിചാരിച്ചൻ ആശുപത്രിയിലെത്തി. ചോദിച്ചു, എങ്ങനെയുണ്ട്? അച്ഛൻ, എനിക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ എന്റെ ചേട്ടൻ ഭർത്താവിനെ കണ്ടിട്ട് 2-3 ദിവസം ഇവര് ചോദിച്ചിട്ടൊന്നും പറയണില്ല. അച്ഛൻ ചെയ്യാനുള്ള ഈ സ്ത്രീയുടെ ഭർത്താവ് ഇവിടെ വരി വെച്ചോ, പുറത്തേക്ക് കൊണ്ടുപോയാണ്. പറഞ്ഞു, അതെ പറഞ്ഞിട്ടില്ല ഞങ്ങള് എന്ത് മനുഷ്യർക്ക് ബ്ലഡ് എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞാ. അവിടെ ബ്ലഡ് എടുത്ത് പറഞ്ഞൊഴുകി തലയിട്ട് ആള് വീണ് അവിടെ കിടക്കുന്നത് പലരും കണ്ടു. പക്ഷെ എല്ലാം കുടിച്ചിട്ട് കിടക്കുന്ന ആൾക്കാർ വിചാരിച്ചു സ്ത്രീ അറിയിച്ചിട്ടില്ല. സ്വന്തം ഭാര്യയ്ക്ക് രക്തം കൊടുത്ത് മരിച്ച ഒരു ഭർത്താവ്, അത് ദൈവസ്നേഹത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ലട്ടാ. സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി നീ രക്തം കൊടുത്ത് മരിച്ചു. ഒരു നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലും മരിച്ചെന്ന് വരാം. കേട്ടിട്ടില്ലേ? അപ്പൊ നിങ്ങൾ കേൾക്കൂടെ? ഒരു നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലും മരിച്ചെന്ന് വരാം. നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ മരിച്ചെന്ന് വരാം. ഭർത്താവിന് വേണ്ടി നീ മരിച്ചു, മക്കൾക്ക് വേണ്ടി നീ മരിച്ചെന്ന് വരാം. എന്നാൽ യേശു ക്രിസ്തു മരിച്ചത് ആർക്ക് വേണ്ടി? ദുഷ്ടന് വേണ്ടി, പാപിക്ക് വേണ്ടി, ബറാബാസിന് വേണ്ടി. അതാണ് പ്രിയമുള്ളവരെ ദൈവസ്നേഹം. എന്റെ ഭർത്താവിനോട് തോന്നുന്ന സ്നേഹം, എന്റെ മക്കളോട് തരുന്ന സ്നേഹം, അതൊന്നും ദൈവസ്നേഹത്തിലേക്ക് എത്തിയിട്ടില്ല. എന്റെ അപ്പനമ്മയോട് കാണുന്ന സ്നേഹം ഉണ്ടല്ലോ, അത് ഏത് ഈ ലോകത്തില് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ഉണ്ട്. കാക്കയോട് സ്നേഹം, പൂച്ചയോട് സ്നേഹം, അതൊക്കെ പ്രകൃതി സ്നേഹമാണ്. പ്രകൃതി സ്നേഹം. ഭർത്താവ് കല്യാണമെങ്കിൽ ഭർത്താവിനോട് സ്നേഹം ഉണ്ടാവുന്നുള്ളത് എന്തൊരു ദൈവ സ്നേഹമാണ്. എന്തിനാ ദൈവ സ്നേഹം? സാധാരണ സ്നേഹമല്ലത്. ഞാൻ പ്രസവിച്ച കുട്ടികളോട് എനിക്ക് സ്നേഹം ഉണ്ടാവില്ല, അതുകൊണ്ട് ദൈവ സ്നേഹം. അത് നിന്റെ കുട്ടിയോട് സ്നേഹം, നിന്റെ ഭർത്താവിനോട് സ്നേഹം. അതല്ല പ്രിയമുള്ളവരെ, മാക്സിമിലിയൻ കോൾബയെ നീക്കി നിർത്തി. എന്തിന്? ഒരു ഫ്രാൻസിസ് കിടന്ന് കരയുന്നു, എന്നെ കൊല്ലില്ല, എനിക്ക് ഭാര്യ കുട്ടികളുണ്ട്. ഹിറ്റ്ലറിന്റെ നാസി തടങ്കൽ പാളയത്തിൽ ആ വൈദികൻ 2 സ്റ്റെപ്പ് മുന്നോട്ട്, അതെ ഫ്രാൻസിസിനെ വിട്ടോളൂ, എനിക്കറിയില്ല ആരാന്ന്, ആളെ വിട്ടോളൂ, ഞാൻ പകരം ഞാൻ മരിക്കുകയാണ്. ദാറ്റ് ഈസ് ഗോഡ്സ് ലവ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കടമയാണ്, അത് ഉത്തരവാദിത്തമാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് കാണിച്ചതിന് പകരം കൊടുക്കണതാണ് അത്. അതൊന്നും ദൈവസ്നേഹത്തിൽ എത്തിയിട്ടില്ല. ദൈവസ്നേഹം എന്ന് പറയുന്നതാണ് പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ മനുഷ്യരോടും നമ്മുടെ രക്തബന്ധങ്ങളെ വിട്ടിട്ട് കർത്താവിന്റെ 2 ഭാഗത്ത് 2 കള്ളന്മാരെ കുരിശിൽ തറച്ചിരുന്നു. 2 മനുഷ്യര്. ആ 2 മനുഷ്യര് കർത്താവിന് 2 റിക്വസ്റ്റ് വെച്ചു. ഒരു കള്ളൻ പറഞ്ഞു കർത്താവിനെ നോക്കിയിട്ട്, എന്തുകൊണ്ടിങ്ങനെ ഉത്തരത്തെ കൂടി കിടക്കണത്? എന്നെ ഒന്ന് രക്ഷിക്ക്, നീ വേണമെങ്കിൽ രക്ഷിട്ടോ. അപ്പൊ ഞാനെന്ത് ചെയ്യും? എന്നെ കുരിശിൽ തറച്ചിട്ടിരിക്കുക, വലിയ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളല്ലേ, എന്നെ ഒന്ന് കുരിശുമെന്ന് ഇറക്കി തരുമോ? കുരിശുമെന്ന് ഇറക്കി തരുമോ? ചോദിച്ചില്ലേ? അപ്പൊ മറ്റാളെന്ന് പറയണേ അപ്പുറത്ത് ഇറക്കണ കള്ളൻ അച്ഛനത്തെ തമാശകൾ പറയുന്നല്ലട്ടാ. മനസ്സിലെ ഉള്ളിലേക്ക് തട്ടാൻ കർത്താവ് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയുന്നത് നിങ്ങളോട്. മാറ്റങ്ങളെന്ന് പറയുന്നറിയോ? എന്നെ കുരിശുമെന്ന് ഇറക്കാൻ പറഞ്ഞോ? ഇറക്കണ്ട, കുരിശുമെന്ന് ഇറക്കണ്ട. പിന്നെ നമ്മളെ പാപം ചെയ്തതിന്റെ പലയിട്ട് കുരിശുമ കിടക്കണതാണ്. നീ അങ്ങനെയില്ലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇറക്കൊന്നും വേണ്ട, എന്നെ ഒന്ന് ഓർത്താ മതി. 2 റിക്വസ്റ്റ്. ഒരാൾക്ക് കുരിശുമെന്ന് ഇറങ്ങണം, ഒരാൾക്ക് കുരിശുമെന്ന് ഇറങ്ങണ്ട. നിങ്ങളുടെ റിക്വസ്റ്റ് ഏതായിരിക്കും ഇതില്? ഇപ്പോഴുള്ള നിങ്ങളുടെ കുരിശുമെന്ന് ഇറങ്ങണോ അതോ ഓർക്കണോ? അതുകൊണ്ട് ഏത് കള്ളന്റെ ഭാഗത്താണ് നിങ്ങള്? ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ? ഇലക്ഷന്റെ കാര്യമല്ല ചോദിച്ചത്, മനസ്സിലായോ? അപ്പൊ നിങ്ങള് ഇടതുപക്ഷം ഉള്ള ആള് പറഞ്ഞത് നെർക്കണേ എന്ന് പറഞ്ഞു. വലതു ഭാഗത്തുള്ള ആള് പറഞ്ഞു നെർക്കൊന്നും വേണ്ട, ഈ കുരിശ് ഞാൻ സഹിച്ചോളാം, പക്ഷെ എന്നൊന്ന് ഓർക്കണം. നിങ്ങൾക്ക് ഓർക്കണോ ഇറക്കണോ? എന്താ വേണ്ടേ? ഓർത്താ മതിയാ? ഓർത്താ പോലെ? ഓർക്കണം എന്നുള്ളൊരു കൈ പൊന്തിച്ച്, ഓർക്കണം എന്നുള്ളൊരു. ഓക്കെ, അപ്പൊ ആ കൈ പൊന്തിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ഓർക്കണമെന്ന് മാത്രല്ല, ഉള്ള കുരിശൊന്നും ഇറക്കല്ലേ. അതിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, കർത്താവേ ഇവരുടെ രോഗങ്ങളൊന്നും അവിടെ ഇരുന്നോട്ടെ, അതൊക്കെ ഞങ്ങൾ സഹിച്ചോളാം. പീഡകളും വേദനകളും ഇപ്പൊ കൈ പൊന്തിക്കാത്തവർക്കൊരു സമാധാനം. എന്തൊരു സമാധാനം സഹോദരങ്ങളെ. 2 കാര്യം യേശു ക്രിസ്തുവിനോട് ചോദിച്ചു. എന്ത് ചോദിച്ചു? എന്നെ ഇറക്കണം.
എന്റെ സങ്കടങ്ങൾ വലുതാണ്, ഇതൊന്ന് മാറ്റിത്തരണേ. അതല്ലേ ചോദിച്ചത്? സങ്കടങ്ങൾ വലുതാണ്, മാറ്റി തരണേ കർത്താവേ. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഭർത്താവിന് മാറ്റി തരണം എന്നൊന്നും ചോദിക്കരുത്, അത് പറ്റാത്ത കാര്യമാണ്. ഇതൊന്ന് മാറ്റിത്തരണേ എന്ന് ചോദിച്ചാൽ എന്റെ ഭാര്യനെ മാറ്റിത്തരണേ, അത് പറ്റില്ല. അല്ല, നിസാര രോഗങ്ങളും ക്ലേശങ്ങളും ബുദ്ധിമുട്ട് മാറ്റിത്തരണേ എന്ന് ചോദിക്കുമ്പോ കർത്താവ് ഓർക്കണേ എന്ന് പറഞ്ഞ് കള്ളനോട് പറഞ്ഞു, മോനെ ഓർക്കല. അതെ, ഞാൻ ഓർക്കാൻ ആരുമില്ല, എന്നെ ഓർക്കാൻ ആരുമില്ലേ, നിന്നെ ഓർക്കല്ലടാ. യു ആർ മൈൻ, എന്റെ സ്വന്തമാണ് നീ. ഇപ്പൊ നമ്മൾ പരിചയമില്ലല്ലോ. പരിചയണ്ട, എനിക്ക് വേണ്ടിയിട്ടാ ഞാൻ മരിക്കണേ. നിന്നെ ഓർക്കല്ല, കൊണ്ടുപോയി ഞാൻ എവിടേക്ക്? കൂടെ. എവിടേക്ക്? എന്റെ കൂടെ വരുന്ന്. തമാശ രൂപത്തിൽ പറഞ്ഞ എന്റെ കാര്യങ്ങൾ അതിർത്തി കളഞ്ഞു. മനസ്സിലാക്കൂ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോ ഇത്രയും കാലം വിശ്വാസം എന്ന് പറഞ്ഞ് പള്ളിയിൽ വന്നു കുമ്പസാര കുർബാനയൊക്കെ നടത്തിയിട്ടില്ലേ? ഉള്ളിലുണ്ടോ ഈ ബോധ്യം? ഉള്ളിലുണ്ടോ ഈ ബോധ്യം? എന്റെ കർത്താവ്, അവന്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. എന്റെ ഭർത്താവും എന്റെ മക്കളും എന്റെ ഭാര്യയും കുട്ടികളല്ല, എനിക്ക് ജന്മം നൽകി എന്റെ ജീവൻ നൽകി ഇതെല്ലാം നൽകി തമ്പുരാന്റെ മക്കളിലേക്ക് എന്നുള്ള ബോധ്യം. കുരിശിൽ കിടക്കുമ്പോ കർത്താവ് എന്താ പറഞ്ഞത്? വായിച്ചു കേട്ടില്ലേ? പിതാവേ, എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി നിന്റെ മക്കളിലേക്ക് ഞാൻ യാത്രയാകുന്നു. പൊന്നു സഹോദരങ്ങളെ, ഈ അമേരിക്കയോ ഇന്ത്യയോ ഈ ലോക ജീവിതത്തിലെ 100-100 വർഷം ജീവിക്കലല്ല സ്വർഗം. ജീവിതകാലത്ത് അബ്രാഹാം തന്റെ മകനെ കൊടുത്തിട്ട് പറഞ്ഞില്ലേ, എന്റെ മോനേക്കാൾ വിലപ്പെട്ടത് എനിക്ക് നീയാണ്. എന്റെ മോന് ചോദിച്ചാൽ എന്നെ പോലും ഞാൻ നിനക്ക് തരും, കാരണം എനിക്കറിയാം ദൈവമേ നീ ആരാണെന്ന്. വെറുതെ പ്രസംഗിക്കല്ല സഹോദരങ്ങളെ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ചുരുക്കുകയാണ്. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ വളർന്നു വലുതായി 10-25 വർഷം കഴിയുമ്പോ ഇതുപോലെ പള്ളിയിൽ വന്നിരുന്ന് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ കത്തുന്ന യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം, സ്വർഗത്തെ നിത്യജീവിതത്തിനോടുള്ള മമത എന്തുമാത്രം ഉണ്ടാകുമെന്ന് നിങ്ങൾ നല്ലവണ്ണം ഓർക്കണം. അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സമ്പാദ്യം. കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും, കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. കേട്ടിട്ടില്ലേ? ഏത് കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും? ഏത് കെടാതെ എഴുതിയില്ല. എന്റെ ജീവിതകാലത്ത് മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് അട്ടി കിട്ടിയിട്ടില്ല. ട്രൗസർ പൊക്കിട്ട് അടിച്ചിട്ട് പള്ളി പോടാന്ന് പറഞ്ഞിട്ട്. അതാണ് ഇന്ന് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാരണം. അൾത്താറിൽ ഇതുപോലെ കുർബാനയ്ക്ക് കൂടിയിട്ടില്ലേ നിങ്ങള്? എന്നിട്ട് കപ്പേരെടുത്ത് പോയിട്ട് ഓസ്തിപ്പൊടി തിന്നിട്ടില്ലേ? ഓസ്തിപ്പൊടി തിന്നുണ്ട്. അന്നൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തന്ന വെളിച്ചുണ്ടല്ലോ, അതാണ് ഈ അമേരിക്കയിൽ വന്നിട്ട് നിങ്ങൾ ഇവിടെ കത്തിക്കണത്. അത് നിങ്ങളുടെ മക്കൾക്ക് കത്തിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിലുണ്ടല്ല. അമ്മായിരെ പാട്ട് ചിലപ്പോ പാടേണ്ടി വരും. പുട്ടുകുത്തി മറ്റേ കച്ചവടം പൊട്ടിയപ്പോൾ. അതായത് ഈ ജീവിതത്തിൽ എന്തോരോ കഷ്ടപ്പാടുകൾ നിങ്ങൾ സഹിക്കുന്നു. സത്യമായിട്ടും പ്രിയമുള്ളവര്, ഞാനിത് പറയണതല്ലോ, 38 പേരെ ഞങ്ങൾ അച്ഛനാവാൻ പോയത്, 10 പേരെ അച്ഛനായത്. ഞാൻ നിങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ അച്ഛന്മാർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ് ഞാൻ പറയും. അപ്പൊ ഞങ്ങൾ 25 വർഷമായപ്പോ നമുക്ക് എല്ലാവരും ഇത് വിളിക്കുക. കല്യാണം കഴിച്ചിട്ടുള്ളവരൊക്കെ സെമിനാരിൽ പോയിട്ട് അല്ലെല്ലാരും വിളിച്ചു. 10-38 പേര് ഞങ്ങൾ 10 അച്ഛന്മാരും. നോക്കുമ്പോ ഒരു ദിനം പോടാ തോമസ് അല്ലേ? അപ്പൊ അവൻ പറഞ്ഞു, ഡാവിസ ഞാൻ തോമസ് തന്നെയാണ്ടാ, ഇതെന്റെ ഭാര്യ, അവൾക്ക് ക്യാൻസറാടാ, ഇതെന്റെ മോൻ, അവന് ഓട്ടിസടാ. ഡാവിസ ഞങ്ങള് സെമിനാരിന്ന് പോയപ്പോ ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു, എന്ത് നിങ്ങള് പെട്ടു ഞങ്ങള് രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടത് ഞങ്ങളാടാ. സഹോദരങ്ങളെ, എത്ര ത്യാഗപൂർണമായ ജീവിതമാണ് നിങ്ങൾ നയിക്കണമെന്നറിയോ? എന്നിട്ട് നിത്യജീവിതം നിങ്ങൾക്ക് ഹൃദയ സ്വപ്നമില്ലെങ്കിലോ എന്ത് കാര്യം ആകരുത്. യേശു ക്രിസ്തുവിന്റെ കുരിശ് തൊട്ടുമുത്താൻ നിങ്ങളിവിടെ വരും. തൊട്ടുമുത്തുമ്പോ യേശു ക്രിസ്തു ചോദിക്കും, ആരാ? ഒരു കടയുടെ മുമ്പിൽ, ഒരു ചെരുപ്പ് കടയുടെ മുമ്പിൽ ഒരു ബാലൻ നിന്ന് കരുതും, മൈ ഗോഡ് മൈ ഗോഡ്, കാരണം നല്ല തണുപ്പാ, മഞ്ഞ് വീഴുന്നു, കാല് നിലത്ത് വെക്കാൻ പറ്റില്ല. ആ കുട്ടി നിന്ന് കാല് പൊക്കിയിട്ട് മൈ ഗോഡ് തണുത്തിട്ട്. ആ സമയത്ത് ഒരു സ്ത്രീ കടയിലേക്ക് കയറി വരുന്നു. ആ കുട്ടിയുടെ നിലവിളി കണ്ടപ്പോൾ ആ കുട്ടിയെ ആ കടയിലേക്കുള്ളിൽ കെട്ടിക്കൊണ്ടുപോയി ആ കുട്ടിക്ക് നല്ല ഷൂ 2 വാങ്ങിച്ചു കൊടുത്തു. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ കുട്ടിയോട് പൊക്കോളം പറഞ്ഞപ്പോൾ ആ കുട്ടി സ്ത്രീയെ നല്ലോണം നോക്കിയിട്ട് ആ കുട്ടി ചോദിച്ചു, ഹു ആർ യു? അപ്പൊ സ്ത്രീ നല്ല പ്രതീക്ഷിക്കാത്ത ചോദ്യം, ഹു ആർ യു?
ആ കുട്ടി ചോദിച്ചു, നിങ്ങൾ ദൈവത്തിൻ്റെ ആരാണ്? ഞാൻ വിളിച്ചത് ദൈവത്തെയാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു, ഹു ആർ യു? ആ സ്ത്രീ അതിന് ശേഷം ഒരു പുസ്തകം എഴുതി, ഹു ആർ യു. ആ സ്ത്രീ അന്നു തൊട്ട് എന്നും എൻ്റെ മനസ്സിൽ ആ കുട്ടിയുടെ ചോദ്യം ഉണ്ടായിരുന്നു എന്നതിൽ എഴുതി വെച്ചിരിക്കുന്നു. എവരി ഡേ ഐ വിൽ ആസ്ക് മൈസെൽഫ്, ഹു ആം ഐ? ആ കുട്ടി ചോദിച്ചു എന്നോട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആരാണ്? പ്രിയമുള്ളവരെ, ഈ ദുഃഖ വെള്ളിയാഴ്ച യേശു ക്രിസ്തു നിനക്കാരാ? നീ മരിച്ചിട്ട് യേശു ക്രിസ്തു മരണം കൊടുത്തിട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടത്തിലാണ്. നിന്റെ മനസ്സിൽ എന്തുണ്ട്? ദുഃഖ കയ്പ് നീര് പച്ചൻ തരും കഴിക്കുന്നത്, കുറച്ച് അവിടെ മാത്രമാണ് തിക്കും തിരക്കില്ലാണ്ട് ആൾക്കാർ വരുന്ന സ്ഥലം. ബാക്കി എവിടെ എന്ത് ഈ കയ്പ് നീരിന്റെ സ്ഥലത്ത് വളരെ ചിട്ടയായിട്ട് ആൾക്കാർ വരും. അതിന് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാനും കുഴപ്പമില്ല. വേണ്ട നമ്മൾ അങ്ങനെ അത്ര ത്യാഗം സഹിക്കണം. ഉപവാസം. സഹോദര, കർത്താവിന്റെ പീഡാസഹനങ്ങൾ അച്ഛന്മാർക്ക് പ്രസംഗിക്കാനുള്ള മേഖലയല്ല. അതുകൊണ്ട് ആ സ്ത്രീയുടെ ചോദ്യം മനസ്സിലുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഫാദർ ഡേവിസ് ചെറമൽ, താങ്കൾ മരിച്ച് നിത്യതയിലേക്ക് പോകുമ്പോൾ താങ്കളുടെ ശരീരം ഇവിടെ ഈ മണ്ണിൽ കിടക്കും. എൻ്റെ മരണം പോലും നല്ല വാർത്തയാകണം. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ഗുഡ് ന്യൂസ്, ഗുഡ് ഫ്രൈഡേ, ഗുഡ് ന്യൂസ്. ഞാൻ മരിച്ചാലും നമ്മുടെ ദിവസം, യേശു ക്രിസ്തുവിന്റെ മരണ ദിവസം ഗുഡ് ഫ്രൈഡേ ആണെങ്കിൽ ഡേവിസ് ചെറമലച്ചന്റെ മരണ ദിവസം നല്ല ദിവസമായിട്ട് മാറണം. ആർക്ക്? ലോകത്തിലെല്ലാവർക്കും. ഡേവിസ് ചെറമലച്ചൻ മരിച്ചാൽ, ഹലോ തോമസ് അല്ലേ, അത് കാഞ്ഞിരപ്പള്ളിയില്, അത് നമുക്കൊരു നല്ല വാർത്തയുണ്ട്. എന്താണോ, ഡേവിസ് ചെറമലച്ചൻ മരിച്ചു, ആളുടെ ഒരു കിഡ്നി തനിക്കാണ്, വേഗമായോട്ടാ ആശുപത്രിയില്. കാഞ്ഞിരപ്പള്ളിയിലെ തോമസിന് ഗുഡ് ന്യൂസ് ആകും ഡേവിസ് ചെറമലച്ചൻ മരിച്ചാൽ. കാരണം എൻ്റെ ഒരു കിഡ്നി അവന് കിട്ടും, അവൻ കുറച്ചു നാൾ കൂടി ഭൂമിയിൽ ജീവിക്കും. നമ്മുടെ ജീവിതകാലത്തെ സമ്പാദ്യം പൊന്നും പണവും എന്നല്ല പ്രിയമുള്ളവരെ. മദർ തെരേസ മരിച്ചുപോയി, ഇന്നും ജീവിക്കുന്നു. ആ ജീവിതം 3000 പേര് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ അധ്യാപകൻ കുട്ടികൾക്ക് ഒരു പീസ് ഓഫ് പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു, റൈറ്റ് ഹൂ ഈസ് യുവർ റോൾ മോഡൽ. കുട്ടികൾ എഴുതി തന്നു. അധ്യാപകൻ ഞെട്ടിപ്പോയി. ഒരൊറ്റ കുട്ടിയുടെ കടലാസിൽ മൈ ഫാദർ മൈ മദർ എന്നില്ല. എന്തിനാ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മക്കളെ വളർത്തിയിട്ട് യു ആർ നോട്ട് ദ റോൾ മോഡൽ ടു യുവർ സൺ, യു ആർ നോട്ട് യുവർ റോൾ മോഡൽ യുവർ ഡോട്ടർ. നിനക്ക് മക്കളുണ്ട്, പക്ഷെ നിന്നെ കണ്ടിട്ടല്ല അവൾ വളരണത്. നിന്നെ കണ്ടിട്ടല്ല അവൾ വളരുന്നത്. ഹിയർ ഈസ് ദ റോൾ മോഡൽ, ജീസസ് ക്രൈസ്റ്റ്. I have given you a model to follow. ഇത് പ്രസംഗമല്ല പ്രിയമുള്ളവരെ, ഞാൻ പറയുക. ഞാനൊരു പുരോഹിതനാ. ഞാൻ യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ കടപ്പെട്ടവനാ. ഞാൻ അങ്ങനെയാകണമെന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ച എന്നോട് ഈ ആൾക്കാരിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. I must be a role model to Jesus Christ. ഈ ലോകത്ത് എന്നേക്കാൾ കൂടുതൽ കഷ്ടപ്പാടുകൾ സഹിക്കുന്നവരാ നിങ്ങളൊക്കെ. ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് എന്ത് കഷ്ടപ്പാടാണ്? നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പാട് സഹിച്ചിട്ട് കണ്ടമാനം കഷ്ടപ്പെട്ട് ക്രിക്കറ്റ് കളിച്ചിട്ട് നിങ്ങൾ തോറ്റുപോകുമ്പോൾ, ഒരു റൺസിനൊക്കെ തോറ്റുപോയി അടുത്ത സ്ഥിതി എന്താവും ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, എത്ര കഷ്ടപ്പാടിട്ട് നിങ്ങൾ കളിച്ച് എത്ര ബാറ്റ് ചെയ്തിട്ടാണ് നിങ്ങളിവിടെ വരെ എത്തിയിട്ടുള്ളത്. അവസാനം നിങ്ങൾ ജയിക്കാണ്ട് തോറ്റു പോകുമ്പോൾ ഇന്ത്യ തോറ്റിട്ടിരിക്കണിരിക്കുന്നുണ്ട്, അതുപോലെ ഇരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ജീവിതം നിത്യത നേടിയെടുക്കാനുള്ളതാണ്. മക്കളെ വളർത്തലും ജീവിതത്തിന്റെ ജോലി ഉത്തരവാദിത്തങ്ങളൊക്കെ സെക്കൻഡറി. The important thing to attain eternal life. Jesus died not to give you the worldly anything you expect, but he died for you to attain eternal life. ഇത് ഡേവിസ് ചെറമലച്ചനോട് ഡേവിസ് ചെറമലച്ചൻ പറഞ്ഞ വാചകമാണ്. അങ്ങനെ ആയിരിക്കണം സഹോദരി. അമേരിക്കയിൽ നിങ്ങളുടെ ഈ ഇടവക അച്ഛൻ, നിങ്ങളെല്ലാവരും എത്ര ഉത്സാഹത്തോടു കൂടെ ദേവാലയത്തിൽ വരുന്നു, ശുശ്രൂഷ പങ്കെടുക്കുന്നു. പക്ഷെ ഇതിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം അതിജീവിക്കുന്ന, എല്ലാത്തിനെയും അറിവിനെ അതിജീവിക്കുന്ന ഒരു വിശ്വാസം, സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഈ നല്ല ദിവസം ഗുഡ് ഫ്രൈഡേ ഗുഡ് ന്യൂസ് ആയി നിങ്ങൾ മാറട്ടെ. ഇത് ഈ ശുശ്രൂഷ പങ്കെടുത്ത് പോകുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ കത്തണം പ്രിയമുള്ളവരെ. മരിച്ചിട്ട് അപ്പനമ്മയുടെ കല്ലറയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താ?
അപ്പൊ നമുക്ക് നിത്യശാന്തി കൊടുക്കണമേ. അത് മരിച്ചു കഴിഞ്ഞിട്ട് മാത്രമല്ല വേണ്ടത്, ജീവിച്ചിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ സ്വപ്നം ഉണ്ടാവണം. അപ്പം മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, മരിച്ചുപോയ സമൂഹം കർത്താവിന് ഏറ്റവും സ്വീകാര്യമായ നല്ല ഒരു ദൈവ സ്നേഹ സമൂഹമായി മാറട്ടെ. ഈശോ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.